അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ സൺഡേ സ്പെഷ്യലാണ്. ഞങ്ങൾ കുഞ്ഞിനെ കാണാൻ പോവാണ് ആങ്ങമൊഴിക്ക്. അതിൻ്റെ ഒരുക്കത്തിലാണ്. ഒരുക്കത്തിനിടയ്ക്ക് നമുക്ക് ഇടയ്ക്ക് സംസാരിക്കാം. ഓക്കെ. വൈകിട്ട് മുടി കഴിയതുകൊണ്ട് ഞാൻ രാവിലെ മുടി കഴിയില്ല, മീൻ മാത്രമാണ് കഴിയത്. അപ്പം നമുക്ക് മുടി ഒന്ന് കിളത്തി കെട്ടി വെച്ച് പോകാം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരുക്കത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളൊക്കെയാണ് കേട്ടോ. ഓക്കെ, ആദ്യഘട്ടമായിട്ട് നമുക്ക് ഇച്ചിരി ക്രീമൊക്കെ ഇടാമേ. ഇതാണ് ഞാൻ ക്രീം യൂസ് ചെയ്യുന്നത്. ഇത് മാറ്റണം. ഇത് കുറച്ച് നാളിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമുക്ക് ഇച്ചിരി പൗഡറും കൂടി ഇടണം കേട്ടോ. പൗഡറും കൂടി ഇടാം. അപ്പോൾ ഇത് നമ്മുടെ അഷൂറിൻ്റെ പൗഡറാണ്. അപ്പോൾ ഇതൊരു ശകലം ഇട്ടാൽ അല്ലേ, ഒത്തിരി ഒന്നും ഇടത്തില്ല, ഒരു ശകലം. അപ്പോൾ അതും ഇട്ട് സെറ്റാവട്ടെ. അപ്പോൾ കേസ് നമ്മൾ പൗഡറും ഒക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കണ്ണെഴുതാം. അപ്പോൾ കേസ് നമുക്ക് ചെറിയ രീതിയിൽ പൊരി പോകുന്നതായിരിക്കും കേട്ടോ. എനിക്ക് ഇതിൽ നോക്കി വരയ്ക്കാൻ പറ്റില്ല, ഇതിൽ നോക്കട്ടെ കണ്ണാടിയിൽ കേട്ടോ. ഓക്കെ, ഓക്കെ 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 ഓക്കെ. അടുത്ത് നമുക്ക് കണ്ണെഴുതാണ്. ഹിമാലയയുടെയാണ് ഇത്. അല്ലെങ്കിൽ കണ്ണ് നമ്മൾ എഴുതിയില്ലെങ്കിൽ വെളുത്തെടുക്കും, ഒരു രസം ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ കണ്ണ് എഴുതാണ്. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ കണ്ണൊക്കെ എഴുതി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മുടി ഒന്ന് കെട്ടാം. മുടി ഇനി നമ്മൾ കെട്ടിട്ട് കാണാം കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ മുടി കെട്ടുന്നത്. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? കൊള്ളാം. ഓക്കെ, ഇനി ഇങ്ങനെയാണ് മുടി കെട്ടിക്കൊണ്ട് പോകുന്നത്. കൊള്ളാം അല്ലേ? കുഞ്ഞിനെയൊക്കെ എടുക്കണ്ടല്ലേ. അപ്പോൾ മുടി ഒന്ന് അഴിഞ്ഞ് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മുടി കെട്ടിക്കുന്നത്. സൂപ്പർ അല്ലേ? എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ മുടി കെട്ടുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു പൊട്ട് തൊടണം. അപ്പോൾ സിന്ദൂരം ഇട്ടിട്ട് നമുക്കൊരു പൊട്ടോ ചന്ദനോ തൊടണം. ഓക്കെ ഓക്കെ, സിന്ദൂരം ഇട്ടു. ഇനി അടുത്തൊരു ചന്ദനമാണ്. ചന്ദനം തൊട്ടിട്ട് നമ്മൾ പോകാൻ റെഡിയാവാം. ആദ്യം നമുക്ക് ചെറിയൊരു പൊട്ട് വേണം. ഓക്കെ, ഓക്കെ പൊട്ട് ഇട്ടു. ശരിക്കും അങ്ങനെയല്ലേ? അടുത്തതിന് നമുക്ക് ചന്ദനം പോകാം. എൻ്റെ ഫേവറേറ്റ് ആണ് ചന്ദനം. ഞാൻ എപ്പോഴും തൊടുന്ന ഒരു സാധനമാണ് ചന്ദനം. ഓക്കെ, ഇതിനിടയിൽ വേണമെങ്കിൽ നമുക്കൊരു സിന്ദൂരം കൂടി തൊടാൻ പറ്റും ഈ ചന്ദനത്തിനിടയിൽ. ഓ വേണ്ട അല്ലേ, ആകെ ബോറാകും. പക്ഷേ നല്ലതാണ്, നല്ല ഒരു എടുപ്പുണ്ടാവും നമ്മുടെ ആ ഫേസിന്. ഈ ചന്ദനത്തിനിടയിൽ സിന്ദൂരം തൊട്ട് കഴിയുമ്പോൾ നല്ലൊരു എടുപ്പാണ്. ബാക്കി ഇനി പോകാനിറങ്ങുന്ന സമയത്ത് നമുക്ക് കാണാം. ഓക്കെ, ഞാൻ എൻ്റെ ഒരു കൊല്ലം കഴിഞ്ഞു. കണ്ണടയോടെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. ഇപ്പോൾ വരാം. അതാ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഓക്കെ ഡൺ. പിന്നെ ചേട്ടൻ ഒരുങ്ങിയിട്ട് ഞാൻ വരാം. ഫോട്ടോ അല്ലേ ചേട്ടാ? നമുക്ക് ഫോട്ടോ എടുക്കാമേ. അപ്പം ഞങ്ങൾ പോകാൻ റെഡിയായി. ഞാൻ വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ചേട്ടൻ ഇറങ്ങി വരുന്നുണ്ട്. എന്തോ എടുക്കാൻ അങ്ങോട്ടേക്ക് പോയാണ്. രാത്രിക്കൊക്കെ നല്ല മഴയായിരുന്നു ഫ്രണ്ട്സ്. ഇപ്പം നോക്കിക്കേ, കത്തുന്ന വെയിലാണ്, നല്ല വെയിലാണ്. ഉണ്ടല്ലേ? അപ്പം ചേട്ടൻ വാതിൽ പൂട്ടുകയാണ്. നമുക്ക് വെളിയിലേക്ക് ഇറങ്ങി നിൽക്കാം. അപ്പോൾ ഗേസ് ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ്. പോകുന്ന വഴിക്കൊക്കെ കാണാം. ചേട്ടൻ ഓട്ടോ എടുക്കാൻ പോയി. ഓട്ടോ അപ്പുറത്ത് കിടക്കാണ്. ഓക്കെ, അപ്പോൾ
പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. താങ്ക് യു. ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ വാഹനം വന്നു, നമ്മളതിലേക്ക് കയറുകയാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ പോകാൻ ഇറങ്ങി. വീടിൻ്റെ മുറ്റത്തു നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കണ്ട് സംസാരിക്കും. ഫ്രണ്ട്സ്, ഇതാണ് കോന്നി മുരിങ്ങമംഗലം ശിവക്ഷേത്രം. ഞങ്ങൾ മിക്കപ്പോഴും പോകുന്ന ക്ഷേത്രമാണ്. ഞങ്ങൾക്ക് വലിയ ദൂരമില്ല, അടുത്താണ്. ഇവിടുന്ന് നമ്മൾ കോന്നിക്കാണ് പോകുന്നത്. ഞങ്ങൾ മകളുടെ അടുക്കലേക്കാണ് പോകുന്നത്. മകളെ കൂട്ടിക്കൊണ്ട് വേണം ഞങ്ങൾക്ക് കുഞ്ഞിൻ്റെ അടുക്കലേക്ക് പോകാൻ. നമ്മളിപ്പോൾ കയറുന്നത് അച്ചൻകോവിലാറിൻ്റെ മീതെയുള്ള പാലത്തിലാണ്. ഇതാണ് അച്ചൻകോവിലാറ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അച്ചൻകോവിലാറ്? ഇത് കഴിഞ്ഞ പ്രളയത്തിന് നിറഞ്ഞു കവിഞ്ഞ് പാലത്തിന് മീതെ കൂടെ കവിഞ്ഞ് വീടുകളെല്ലാം പോയി. അങ്ങനെയാണ് പന്തളമൊക്കെ മുങ്ങി ഒരു ഇതുണ്ടായി. അച്ചൻകോവിലാറ് കവിഞ്ഞാണ് പന്തളമൊക്കെ മുങ്ങിപ്പോയത്. അത് വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ കോന്നി ടൗണിലേക്കാണ് ചെല്ലുന്നത്. ഇതാണ് കോന്നി ടൗൺ. അപ്പം ഇവിടുന്ന് കുറച്ച് ഒരു കിലോമീറ്റർ ഉള്ളൂ മോളുടെ വീട്ടിലേക്ക്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കോന്നി ടൗണിലൊക്കെ തിരക്ക് തീരെ കുറവാണ്. അല്ലെങ്കിൽ ഭയങ്കര തിരക്കുള്ളൊരു ടൗണാണ് കോന്നി ടൗൺ. ഇപ്പം നമ്മൾ വലത്തേക്കാണ് തിരിയുന്നത്. പുനലൂർ തിരുവനന്തപുരം പോകുന്ന റൂട്ടാണ്. ഇടത്തോട്ട് തിരിഞ്ഞാൽ പത്തനംതിട്ടയ്ക്ക് പോകുന്ന റൂട്ടാണ്. ഇവിടുന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ മോളുടെ വീട്ടിലേക്ക്. വലിയ ദൂരമൊന്നുമില്ല. പിന്നെ ഇന്നിപ്പം സൺഡേ ആയതുകൊണ്ടാണ് ഭയങ്കര വിജനമായെന്ന് വേണം പറയാം. അത്രയ്ക്ക് ആൾക്കാർ കുറവാണ്. മറ്റേ ഇവിടെ നമുക്കൊന്ന് ക്രോസ് ചെയ്യാനോ ഒന്നും നേരാവണ്ണം വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റുന്നില്ല. അത്രയ്ക്ക് തിരക്കുള്ളൊരു റോഡാണിത്. ചേട്ടൻ പറയുന്നത് ഭയങ്കര വെയിലായതുകൊണ്ട് ഇതിൻ്റെ കേടെല്ലാം നിർത്തും, ഇന്ന് മഴ പെയ്യും എന്നാണ് ചേട്ടൻ പറയുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കോന്നി മാർക്കറ്റ്. ഈ അകത്തേക്ക് കിടക്കുന്ന റോഡ് അകത്തോട്ട് പോകണം. അതാണ് കോന്നി മാർക്കറ്റ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ചൈനാമുക്ക് എന്ന് പറയുന്നത്. ഈ കാണുന്നത് അങ്ങോട്ട് ചെല്ലുന്നത് ചൈനാമുക്കാണ്. ചൈനാമുക്ക് വലത്തോട്ട് തിരിയുന്ന റോഡാണ്. അതിനെ ഓട്ടോ അവിടെ ഇറങ്ങി പോകുന്ന റൂട്ടാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ അവിടെ അടുത്താണ് മോള് താമസം. ആ റോഡ് അങ്ങോട്ട് കയറുക. ആ കാണുന്നത് തിരുവനന്തപുരം റൂട്ടാണ്. ഞങ്ങളിപ്പോൾ മോളുടെ വീടിൻ്റെ അടുത്തേക്കുള്ള റൂട്ടിലേക്ക് കയറി. ഇപ്പം നമ്മൾ മോളുടെ വീടിൻ്റെ അവിടേക്കാണ് ചെല്ലുന്നത്. മോളൊക്കെ റോഡിൽ നിൽപ്പുണ്ട്. അവൾ വണ്ടി ഓടിക്കും, ടൗണിൽ കൂടെ ഒന്നും വണ്ടി ഓടിക്കത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഓട്ടോയ്ക്ക് വരുന്നുണ്ട്. മോളും പിള്ളേരും റോഡ് സൈഡിൽ നിൽപ്പുണ്ട്. ഇതെൻ്റെ ദേവുട്ടിയാണ്, ദേവാർച്ചന. എൻ്റെ കൊച്ചുമോളാണ്, അതെൻ്റെ മോളാണ്. കയറി വരൂ, എല്ലാവരും കയറി വരൂ. അടുത്തത് ഉണ്ണിമോനാണ്, കാശിനാഥൻ എന്നാണ് പേര്. ഉണ്ണിമോന് യൂട്യൂബ് ചാനലുണ്ട്, വിഷൻ വൈബ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് യൂട്യൂബ് ചാനൽ. കഴിഞ്ഞൊരു ലൈവിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഹായ് ഇടുന്നുണ്ട്, അതിൻ്റെ മോളാണ്. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് പൂങ്കാവിലേക്കാണ്. പൂങ്കാവ് എൻ്റെ മകൻ്റെ കുഞ്ഞിന് പാൽപ്പൊടി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഈ പട്ടാള ക്യാമ്പിൽ നിന്ന്. അപ്പോൾ അത് വാങ്ങാൻ പോവാണ്. ഇത് ഗെയ്സ്, നമ്മളിപ്പോൾ സീതത്തോടെന്ന് പറയുന്ന ടൗണിലേക്ക് എത്തുകയാണ്. ഇത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം ഇവിടെയാണ്. എൻ്റെ വിവാഹം നടന്നതും ഈ പഞ്ചായത്തിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് 13 വർഷമായുള്ളൂ. ഇതിപ്പോൾ സീതത്തോടിൻ്റെ ടൗണിലേക്കാണ് നമ്മൾ എത്തുന്നത്. നമ്മളിപ്പോൾ സീതത്തോടിനെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടാവും ദീപ്തി ടീച്ചറിൻ്റെ വീഡിയോയിലൂടെ. ഇപ്പം ഞങ്ങളിവിടെ വന്നു. അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. ഇനി ഞങ്ങൾ ആങ്ങമഴിയിലേക്ക് പോവുകയാണ് ഫ്രണ്ട്സ്. ഇതാണ് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കണ്ടില്ലേ, പാലം ഉദ്ഘാടനം നമ്മുടെ MLA ജനീഷ് കുമാർ നടത്തിയ സീതത്തോടെന്ന് പറയുന്ന പ്രദേശം. സീതത്തോട് ആണിത്. അവിടുത്തെ ആ പാലമാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജനീഷ് കുമാർ എൻ്റെ അയൽക്കാരനാണ്. അപ്പം നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടേ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ആങ്ങമഴിക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കാണാനുള്ള വീട്ടിൽ, അതായത് മകൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറി പോവുക. ഓണാക്കില്ലായിരുന്നു.
മതി അന്നേ ഓളെ നോക്കിക്കേ ചക്കനി. ഓ ചേച്ചി എന്താ ആരാടെ അവിടെ വർത്താനം പറയുന്നു? അയ്യോ ചേച്ചി കൊണ്ടുവന്നു പൊണ്ണാ നോക്കണ്ട. മമ്മി കുഞ്ഞിനെ പറഞ്ഞേ പകുതിക്കകത്ത് മമ്മി വന്നതാ. വീഡിയോ വെച്ചാ അമ്മിനി മുട്ടിന് വന്നി. ഓ എന്നെ ഞഞ്ഞരെ പാവക്കുട്ട് പോട്ടടാ പൊന്നാര ചിച്ചു വന്നു. മതി 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 എന്റെ കുഞ്ഞിന്റെ കുറച്ച് മതി. ഒത്തിരി പോട്ടെ. എല്ലാരും ഇങ്ങനെ കുഞ്ഞു ഇങ്ങനെ എല്ലാരും പിടിച്ചിട്ടു. ഓക്കെ ഓക്കെ. രാജിയണ്ണനൊക്കെ പോയി. പിന്നെ വീഡിയോ പിടിച്ചില്ല. വരുമാനം എന്തും പറയാന്നാണോ? അപ്പൊ ഓക്കെ ടാറ്റ ബാവേ ടാറ്റ ടാറ്റ. ഫോണേലാ നോക്കുന്നത്. ഫോണേലാ ചക്കന് ഫോണേലോ വെച്ചു അന്നോടി. ചക്കന് ഫോണേലോ വെച്ചു അന്നോടി. ഫോണേലാ നോക്കുന്നേ അങ്കാരി ചക്കര. എടി എടി. അപ്പോൾ കേസ് ഞങ്ങൾ കുഞ്ഞിനെയൊക്കെ കണ്ടു. കുറച്ച് സമയം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളിപ്പോൾ പോകാൻ ഇറങ്ങുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഞാൻ വന്നപ്പോൾ കുഞ്ഞിൻ്റെ വീഡിയോയോ ഇവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. യാത്ര മാത്രമേ എടുത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് കുഞ്ഞിനെ കൂടെ ചേർത്ത് വീഡിയോ എടുത്തത്.